കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 വീഡിയോയിലും നാം എലീശയെക്കുറിച്ചും ഏലിയാവിനെക്കുറിച്ചുമുള്ള ജീവചരിത്രത്തെ നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശമൂവേലിൻ്റെ ജീവചരിത്രം നോക്കാം. ശമൂവേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കേട്ടു. ഇസ്രായേലിലെ ഒടുവിലത്തെ ന്യായാധിപനും ആദ്യത്തെ പ്രവാചകനുമായ ശമൂവേൽ ലേവി ഗോത്രക്കാരനായിരുന്നു. പഴയ നിയമകാലത്ത് മോശയ്ക്ക് ശേഷം ജനിച്ചവരിൽ മഹാനായി കരുതപ്പെട്ടു വന്നു. പൗരോഹിത്യത്തിൽ ഏലിയുടെ പിൻഗാമിയായിരുന്നു ശമൂവേൽ. എഫ്രൈം മലനാട്ടിൽ രാമാദായും സോഫീമിൽ എൽക്കാനയുടെയും ഹന്നയുടെയും പുത്രനായി ജനിച്ചു. മക്കളില്ലാതിരുന്നതിനാൽ ഹന്ന മനോവ്യസനത്തോടു കൂടി പ്രാർത്ഥിച്ചു വന്നു. ഒരു പുരുഷ സന്താനം ലഭിച്ചാൽ അവന് ജീവപര്യന്തം യഹോവയ്ക്ക് അർപ്പിക്കുമെന്ന് അവൾ നിശ്ചയിച്ചു. അവൾക്ക് ഒരു മകൻ ജനിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ശമൂവേൽ എന്ന് പേരിട്ടു. അവന് മുലക്കുടി മാറിയ ശേഷം മാതാപിതാക്കൾ അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിൽ പ്രതിഷ്ഠിച്ചു. 1 ശമൂവേൽ 1-ാം അധ്യായം 28-ാം വചനം. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ശമൂവേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏഫോദ് ധരിച്ച് ശുശ്രൂഷ ചെയ്തു. ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി അമ്മ ശമൂവേലിന് നൽകിയിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. എന്നാൽ ശമൂവേൽ ദേവാലയത്തിൽ കിടന്നപ്പോൾ യഹോവ വിളിച്ച് അവനോട് സംസാരിച്ചു. ദീർഘനാളുകൾക്ക് ശേഷം യഹോവ തൻ്റെ അരുളപ്പാട് അറിയിക്കുകയായിരുന്നു. ഏലിയുടെ കുടുംബത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള അരുളപ്പാട് വിമനസ്സോടെ ഏലിയെ അറിയിച്ചു. ശമൂവേൽ വളർന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമായില്ല. ഇസ്രായേലിയരൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് മനസ്സിലാക്കി. ഇസ്രായേൽ ഫെലിസ്ത്യരോട് ദാരുണമായി പരാജയപ്പെടുകയും യഹോവയുടെ പെട്ടകം പിടിക്കപ്പെടുകയും ചെയ്തു. അധിക കാലവും യഹോവയുടെ നിയമപ്പെട്ടകം കിരിയാത്ത്-യെയാരീമിൽ ആയിരുന്നു. ഇസ്രായേൽ ജനം വിലപിച്ചു. തങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിക്കുവാനും അന്യദൈവങ്ങളെ മാറ്റിക്കളയുവാനും ശമൂവേൽ ജനത്തെ ഉപദേശിച്ചു. ജനത്തെ എല്ലാം മിസ്പയിൽ കൂട്ടിവരുത്തി. അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സഭയിൽ വച്ച് ശമൂവേൽ തിരഞ്ഞെടുക്കപ്പെട്ടതായി അഥവാ ജനം ശമൂവേലിനെ ന്യായാധിപനായി അംഗീകരിച്ചതായി കരുതപ്പെടുന്നു. ഇസ്രായേൽ മിസ്പയിൽ വച്ച് ഒന്നിച്ചുകൂടി എന്നറിഞ്ഞ് ഫെലിസ്ത്യർ അവരോട് യുദ്ധത്തിന് വന്നു. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യാഗം കഴിച്ച് പ്രാർത്ഥിച്ചു. യഹോവ ഇടിമുഴക്കി ഫെലിസ്ത്യരെ ഭയപ്പെടുത്തി. അവർ തോറ്റു ഓടുകയും ഇസ്രായേൽ അവരെ സംഹരിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പരാജയപ്പെട്ടു. ഇസ്രായേൽ അവരെ ബെത്കർ വരെ പിന്തുടർന്ന് അവരെ സംഹരിച്ചു. ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബേൻ ഏസേർ എന്ന് പേരിട്ടു. ഫെലിസ്ത്യർ കീഴടക്കിയിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. ഇസ്രായേലും അമോര്യരും തമ്മിലും സമാധാനമായിരുന്നു. ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തു വന്നു. രാമയിൽ താമസിച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുകയും അവിടെ ഒരു യാഗപീഠം പണിയുകയും ചെയ്തു. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രനായ യോവേൽ, അബിയാവ് എന്നിവരെ ന്യായാധിപന്മാരാക്കി. എന്നാൽ അവർ ശമൂവേലിൻ്റെ വഴിയിൽ നടക്കാതെ കൈക്കൂലി വാങ്ങി ന്യായം മറച്ചു കളഞ്ഞു. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഇസ്രായേലിന് ഒരു രാജാവിനെ നിയമിക്കണമെന്ന് അവർ ശമൂവേലിനോട് ആവശ്യപ്പെട്ടു. ശമൂവേൽ പ്രാർത്ഥിച്ചു. യഹോവ കൽപ്പിച്ചത് അനുസരിച്ച് രാജനീതി എന്തായിരിക്കുമെന്ന് അവരോട് പറഞ്ഞു. എങ്കിലും അവർ രാജാവിനു വേണ്ടി അപേക്ഷിക്കുകയാൽ അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുന്നതിനുള്ള ദൈവകൽപ്പന അവരെ അറിയിച്ചു. ബെന്യാമിൻ ഗോത്രത്തിൽ ധനികനായ കീശിന് ശൗൽ എന്നു പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. അവൻ കോമളനും എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനും ആയിരുന്നു. അപ്പൻ്റെ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ചു പോയ വഴിയിൽ ശൗൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. ശമൂവേൽ അവനെ സ്വീകരിക്കുകയും അവൻ്റെ തലയിൽ തൈലം ഒഴിച്ച് യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ശമൂവേൽ ജനത്തെ മിസ്പയിൽ ഒന്നിച്ചു കൂട്ടി. അവിടെ വച്ച് രാജാവിനായി ചീട്ടിടുകയും ചീട്ട് ശൗലിന് വീഴുകയും ചെയ്തു. ഇങ്ങനെ ശൗലിനെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. അമോന്യനായ നാഹാഷ് യാബേഷ് നിവാസികൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി.
ഇതറിഞ്ഞ് ശൗൽ ജനത്തെ കൂട്ടി അവർക്കെതിരെ ചെന്നു അവരെ നിശ്ലേഷം തോൽപ്പിച്ചു. ശൗലിൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്തു. ശമൂവേൽ ദീർഘമായ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയും ചെയ്തു. തൻ്റെ ന്യായപാലന കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അവകാശവാദങ്ങൾ അദ്ദേഹം നിരത്തി. എന്നാൽ പ്രവാചകനെതിരെ ഒരു വാക്ക് പോലും പറയുവാൻ ആർക്കും ഇല്ലായിരുന്നു. ശൗൽ രാജാവായി വാണു തുടങ്ങിയെങ്കിലും ശമൂവേൽ ന്യായാധിപനും പ്രവാചകനുമായി പ്രവർത്തിച്ചു വന്നു. ശൗൽ ഫെലിസ്ത്യർക്കെതിരെ യുദ്ധത്തിലായിരുന്നു. യാഗം നടത്തുവാൻ ഗിൽഗാലിൽ ശമൂവേലിനെ കാത്തിരുന്നു. എന്നാൽ ശമൂവേൽ നിശ്ചിത സമയത്ത് വരാതിരുന്നത് കൊണ്ട് ശൗൽ ഹോമയാഗം കഴിച്ചു. അത് രാജാവിന് വിഹിതമല്ലായിരുന്നു. യാഗാർപ്പണം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ശമൂവേൽ വരികയും അവനെ ശാസിക്കുകയും ചെയ്തു. അവൻ്റെ രാജ്യത്വം നിലനിൽക്കയില്ല എന്നും അത് തനിക്ക് ബോധിച്ച ഒരു പുരുഷന് യഹോവ നൽകുമെന്ന് ശമൂവേൽ പറഞ്ഞു. ശമൂവേൽ അവനെ വിട്ട് ബെന്യാമീനിലെ ഗിബെയയിലേക്ക് പോയി. അമാലേക്യരെ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന കൽപ്പന ശൗൽ അനുസരിക്കാതെ രാജാവായ ആഗാഗിനെ രക്ഷിക്കുകയും തടിച്ച മൃഗങ്ങളെ ജീവനോടെ സൂക്ഷിക്കുകയും ചെയ്തു. ശമൂവേൽ ഇതിന് ശൗലിനെ ശാസിച്ചു. അനുസരണക്കേട് നിമിത്തം യഹോവ ശൗലിനെ ഉപേക്ഷിച്ചു എന്ന് ശമൂവേൽ ശൗലിനെ അറിയിച്ചു. മടങ്ങിപ്പോകുവാൻ ഭാവിക്കുമ്പോൾ ശൗൽ ശമൂവേലിനെ അവിടെ തന്നോടുകൂടെ ആരാധിക്കുവാൻ നിർബന്ധിച്ചു. ശമൂവേൽ കൂട്ടാക്കിയില്ല. ശൗൽ ബലം പ്രയോഗിച്ചു. പ്രവാചകനെ പിടിച്ച് നിർത്തുവാനായിട്ട് ഒരുങ്ങി. അതിൽ ശമൂവേലിൻ്റെ അങ്കി കീറിപ്പോയി. ഇസ്രായേലിൻ്റെ രാജ്യത്വം ഇന്നു മുതൽ നിങ്ങളിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. പിന്നെ ആഗാഗിനെ വരുത്തി കൊന്നുകളഞ്ഞു. അവിടെ നിന്നും ശമൂവേൽ രാമയിലേക്ക് പോയി. പിന്നെ ശമൂവേൽ ശൗലിനെ ജീവപര്യന്തം കണ്ടിട്ടില്ല. അനന്തരം യഹോവയുടെ കൽപ്പന പ്രകാരം ശമൂവേൽ ബെത്ലഹേമിൽ ചെന്ന് ഈശായുടെ ഇളയ പുത്രനായ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. ശൗൽ ക്രോധത്തിൽ ദാവീദിനെ കൊല്ലുവാനായി ഒരുങ്ങി. ദാവീദ് ഓടി രാമയിൽ ചെന്ന് ശമൂവേലിനോട് എല്ലാം പറഞ്ഞു. പിന്നെ ദാവീദ് ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. ഇതറിഞ്ഞ ശൗൽ ദാവീദിനെ പിടിക്കുവാൻ ദൂതന്മാരെ അയച്ചു. ഒടുവിൽ ശൗൽ തന്നെ നയ്യോത്തിൽ ചെന്നു. ശൗലിൻ്റെ മേലും ആത്മാവ് വന്നു. ശൗൽ തൻ്റെ കൃത്യത്തിൽ നിന്ന് പിന്മാറി. ശമൂവേൽ മരിച്ചു. ഇസ്രായേൽ അവനെക്കുറിച്ച് വിലാപിച്ചു. രാമയിൽ അവൻ്റെ വീട്ടിനരികിൽ അവനെ അടക്കി. ശമൂവേൽ പ്രവാചകൻ്റെ സ്വഭാവത്തിൽ സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമാവുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ്. മാതാവ് യഹോവയുടെ ശുശ്രൂഷയ്ക്കായി ശമൂവേലിനെ സമർപ്പിച്ചു. ആജീവനാന്തം അദ്ദേഹം ദൈവത്തെ സേവിച്ചു. പ്രതിസന്ധികളിലെല്ലാം യഹോവയെങ്കിലേക്ക് തിരിയുകയും ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. പ്രവൃത്തികളും തീരുമാനങ്ങളുമെല്ലാം യഹോവയുടെ വചനത്തെ അധിഷ്ഠാനമാക്കിയായിരുന്നു. ജനക്ഷേമമായിരുന്നു തൻ്റെ ഭരണത്തിൻ്റെ ലക്ഷ്യം. ഏകാധിപത്യ സ്ഥാപനത്തിലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ജനത്തിന് മുന്നറിയിപ്പ് നൽകി. താൻ പിൻഗാമിയായി ശൗലിനെ തിരഞ്ഞെടുത്തപ്പോൾ യാതൊരു വിദ്വേഷം കാണിക്കാതെ വളരെ സ്നേഹത്തോടും പൈതൃകവുമായ വാത്സല്യത്തോടുമാണ് അദ്ദേഹം പെരുമാറിയത്. ഇത്രയും വലിയ ഹൃദയവിശാലതയ്ക്ക് ചരിത്രത്തിൽ മറ്റൊരു ദൃഷ്ടാന്തവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചോദ്യം ചെയ്യുവാനിടയായി ഒന്നും തന്നെ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ശ്രദ്ധിക്കുക. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷക്തൻ്റെ മുൻപാകെ എൻ്റെ നേരെ സാക്ഷീകരിപ്പിൻ, ഞാൻ അത് മടക്കിത്തരാം. 1 ശമൂവേൽ 12-ാം അധ്യായം 3-ാം വചനം. ഇതാകുന്നു ശമൂവേൽ പ്രവാചകൻ്റെ ജീവചരിത്രം.